1997 ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ നേതാവായ മല്ലയ്യ ശബരിമലയിലെ മേൽക്കൂരയുൾപ്പെടെ അതിന്റെ ഭിത്തികൾ ഉൾപ്പെടെ അതിന്റെ ദ്വാരപാലക മേഖലയുൾപ്പെടെ സ്വർണം പൂശുന്നതിന് വേണ്ടി ഒരു എഗ്രിമെന്റ് എഴുതി, ഒരു MOU എഴുതി. അദ്ദേഹം അന്ന് 30.5 കിലോ സ്വർണമാണ് കൊടുത്തത്. ഈ 30.5 കിലോ സ്വർണം കൊടുത്തപ്പോൾ ഞാൻ അല്പം ചരിത്രം പറയുന്നു. അത് കൊടുത്ത വ്യക്തി, അതിന്റെ സ്പോൺസർ പറഞ്ഞിരുന്നു, ഇത് പരമ്പരാഗത രീതിയിൽ മാത്രമേ ഈ സ്വർണം പൂശാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് പരമ്പരാഗത രീതിയിൽ നടത്തണമെന്ന് പറയുന്നത്? സ്വർണം പൂശാൻ പലതരത്തിലുണ്ട്. ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താം. ഇലക്ട്രോപ്ലേറ്റിംഗിൽ സ്വർണം പൂശിയാൽ അതിന്റെ ആയുസ് 40 വർഷമാണ്. പരമ്പരാഗതയിൽ സ്വർണം പൂശിയാൽ ഇന്ത്യയിലെ ഒട്ടേറെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ പരമ്പരാഗത രീതിയിൽ സ്വർണം പൂശിയപ്പോൾ അത് നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ശോഭ മങ്ങാത്ത ഒന്നായിരിക്കണം ശബരിമലയിലെ സ്വർണം പൂശൽ എന്നതാണ് അന്ന് സ്വർണം കൊടുത്ത ആ ബിസിനസ് ഗ്രൂപ്പ് തീരുമാനിച്ചതെങ്കിൽ എങ്ങനെ കുറെ നാട് കഴിഞ്ഞപ്പോൾ 2016 ഇത് സ്വർണം പൂശുന്നതിന് വേണ്ടി മറ്റൊരു തീരുമാനമെടുത്തു? ഞാൻ ചോദിക്കുന്നു, ആരറിഞ്ഞു? ശബരിമലയിലെ മുൻകാല ബോർഡ് മെമ്പർ ശ്രീ അജയ് തറയിൽ ഇവിടെ ഇരിക്കുന്നു. എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ഭക്തരായ അയ്യപ്പ ഭക്തന്മാർ ഇവിടെ ഇരിക്കുന്നു. നമുക്കറിയാം എന്തിനു വേണ്ടി, ആരാന്നുണ്ടായത്. പക്ഷെ പിന്നീടാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ശ്രീ പോറ്റി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ബോർഡ് സെക്രട്ടറിയുമായി ആലോചിച്ച് തന്ത്രിക്കൊരു കത്ത് കൊടുക്കുന്നു. എന്താ കത്ത് കൊടുത്തത്? ഇത് മാറ്റി സ്വർണം വീണ്ടും പൂശണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ശബരിമലയുടെ പാരമ്പര്യം. ഏതമ്പലത്തിന്റെയും അന്ത്യവുമായി വിശ്വാസത്തിന്റെ പേരിൽ തീരുമാനമെടുക്കേണ്ടത് തന്ത്രിയാണ്. അന്ന് തന്ത്രി പറഞ്ഞു, ഈ കത്ത് കിട്ടിയപ്പോൾ തന്ത്രി പറഞ്ഞു, ഇത് സ്വർണം പൂശണമെങ്കിൽ ചെമ്പ് തെളിഞ്ഞ ഭാഗത്ത് മാത്രമേ സ്വർണം പൂശാൻ പറ്റുകയുള്ളൂ. പക്ഷെ പിന്നീട് മുരാരി എന്ന് പറയുന്ന ആ ഓഫീസർ എന്താ ചെയ്തത്? ചെമ്പ് തെളിഞ്ഞ ഭാഗം എന്നത് മാറ്റി ചെമ്പിൽ സ്വർണം പൂശണമെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി? സ്വർണം മാറ്റി ചെമ്പ് തകളി ഉണ്ടാക്കാൻ. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി ആരുടെ അനുവാദത്തോടു കൂടി? നമുക്കറിയാം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശബരിമലയിലെ കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ ഒരു കോഡുണ്ട്, ഒരു നിയമമുണ്ട്, ദേവസ്വം ബോർഡിന്റെ നിയമമുണ്ട്. ആ ദേവസ്വം ബോർഡിന്റെ നിയമത്തിന്റെ 38-ാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? തന്ത്രി അറിയണമെന്ന് മാത്രമല്ല, ശബരിമലയിലെ ഏതെങ്കിലും വസ്തുക്കൾ അത് വീണ്ടും പണിയണമെങ്കിൽ, അത് പുതുക്കി പണിയണമെങ്കിൽ അത് ശബരിമലയുടെ സന്നിധാനത്തിന്റെ പരിസര പ്രദേശത്ത് വെച്ച് മാത്രമേ അത് പാടുള്ളൂ. ഇവിടെ നടന്നതെന്താ? ശബരിമല സന്നിധാനത്തിലെ ജനങ്ങൾ വണങ്ങുന്ന, ജനങ്ങൾ വിശ്വസിക്കുന്ന, ജനങ്ങൾ പൂജിക്കുന്ന ദ്വാരപാലക ഉൾപ്പെടെ അവിടെ പൂശിയിരിക്കുന്ന പാളികൾ ഉൾപ്പെടെ ഇളക്കി മാറ്റി പോറ്റി കൊണ്ടുപോയി നേരത്തെ കൊടുത്തത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഒരു ഗോവർദ്ധനം എന്ന് പറയുന്ന, സത്യത്തിൽ ഗോവർദ്ധനാണ് ഇതിന്റെ സ്പോൺസർ. ഞാൻ പെട്ടെന്ന് പറയുന്നു, ഗോവർദ്ധൻ എന്തു ചെയ്തു? ഗോവർദ്ധൻ ഇത് അനന്ത സുബ്രഹ്മണ്യത്തിന് ഏൽപ്പിക്കുന്നു, മറ്റൊരു വ്യക്തിയെ. ഏതാ? ശബരിമലയിലെ പ്രധാനപ്പെട്ട വസ്തുക്കൾ. അനന്ത സുബ്രഹ്മണ്യം ഇത് പ്ലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അനന്ത സുബ്രഹ്മണ്യം തൂക്കിയപ്പോൾ ആ പാളികളുടെ തൂക്കം 48 കിലോയാണ് തൂക്കം. അനന്ത സുബ്രഹ്മണ്യം അവിടെ നിന്നും, ഞാൻ വേഗത്തിൽ പറയുന്നു, അദ്ദേഹം ഹൈദരാബാദിലുള്ള നാഗേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു. നാഗേഷ് അത് വീണ്ടും കയ്യിൽ വെക്കുന്നു. നാഗേഷ് അത് കൊണ്ടുപോയി തമിഴ്നാട്ടിലെ ക്രിയേറ്റീവ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പിനെ അത് സ്വർണം പൂശാൻ ഏൽപ്പിക്കുന്നു. അങ്ങനെ സ്വർണം പൂശാൻ ഏൽപ്പിച്ചപ്പോൾ അവിടെ തൂക്കി നോക്കിയപ്പോൾ 42 കിലോ എന്നത് വീണ്ടും 38 കിലോയായി കുറയുന്നു. അവിടെയാണ് നമ്മൾ പറഞ്ഞത്, ഈ 4.5 കിലോ സ്വർണം എവിടെ പോയി? ഈ 4.5 കിലോ സ്വർണം എവിടെ പോയി? അവിടെ നിന്ന് നാഗേഷ് എന്ത് ചെയ്തു? നാഗേഷ് അത് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്നു. ആ വ്യക്തി കോട്ടയത്തെ വേറെ കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ സ്വർണം വീണ്ടും തിരിച്ചു വന്നത്, ഈ പാളികൾ തിരിച്ചു വന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ പാളിയുടെ പ്രയാണം പല സംസ്ഥാനങ്ങളിലൂടെയും പല വ്യക്തികളുടെയും കൈമാറി നടന്നിട്ടും അത് ദേവസ്വം ബോർഡ് അറിഞ്ഞില്ലേ? അത് മന്ത്രി അറിഞ്ഞില്ലേ? അത് മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? എങ്ങനെയാ പുറത്തു വന്നത്? എന്നിട്ടും ആർത്തി തീരാതെ 2025
ബഹുമാനപ്പെട്ട പോറ്റി വീണ്ടും പറയുന്നു, വീണ്ടും ഇത് സ്വർണം പൂശണമെന്ന് പറയുന്നു. ഒരു പ്രാവശ്യം പൂശിയ സ്വർണം വീണ്ടും സ്വർണം പൂശണമെന്ന് പറഞ്ഞപ്പോഴാണ് ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസർ, കോടതി നിയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ ഓഫീസർ പറയുന്നു ഇതിൽ തട്ടിപ്പുണ്ട്. അങ്ങനെയാണ് ഈ തട്ടിപ്പ് പുറത്തു വന്നത്. ഇതിന്റെ ഉത്തരവാദി ആരാ? കഴിഞ്ഞ ദിവസം ബഹുമാനായ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും പറയുന്നു ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം മുതലെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞാൻ പറയുന്നു, ഞാൻ ബഹുമാനായ ശ്രീ പിണറായി വിജയനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും വെല്ലുവിളിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലം തൊട്ട് നിങ്ങൾ അന്വേഷിക്കണം. ആരാണ് ഈ പോറ്റി? ഈ പോറ്റിയെ നിയോഗിച്ചത് ആരാണ്? ഈ പോറ്റിയെ ശബരിമലയിൽ ഒരു കീശാന്തിക്കാരനായി നിയമിച്ചത് 2007 ശ്രീ അച്യുതാനന്ദന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന് ശാന്തിക്കാരനാകാനുള്ള പരിചയമില്ല. ഉണ്ടോ അജയ്? ഇല്ല. അദ്ദേഹത്തിന് അദ്ദേഹം ഒരു സഹായിയായി തീരുമാനിച്ചു. ആ സഹായിയായി ശബരിമലയുടെ അകത്തലത്തിലേക്ക് വന്ന പോറ്റി നടത്തിയ ചില പരിപാടികളിൽ ക്രമക്കേടുണ്ടെന്ന് കണ്ടപ്പോൾ ബഹുമാനായ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്ത പോറ്റി വീണ്ടും ശബരിമലയിലെ 18ാം പടി കയറിയത് ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന കാലഘട്ടത്തിലാണ്. നിങ്ങൾ അന്വേഷിക്കണം. ആരാണ് പോറ്റിയെ സ്പോൺസർ ചെയ്തത്? അപ്പൊ ശബരിമലയിൽ ഉണ്ടായ ഇത്തരം ക്രമക്കേടുകൾ ആരാണ് നടത്തിയത്? ഇത് ഈ ഗവൺമെന്റ് പങ്കാളിത്തമില്ലേ? ഈ ഗവൺമെന്റ് ഇപ്പോൾ മാത്രമല്ല, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച് ഞാൻ ദീർഘമായി പറയുന്നില്ല. ഇന്ന് കേരളം കാണുന്നത് ഭീകരമായ അന്തരീക്ഷമാണ്. നമ്മൾ കേൾക്കുന്നത് അരാജകത്വമാണ്. നമ്മുടെ മുന്നിൽ ഭീഷണിപ്പെടുത്തുന്നു. ശബരിമലയിൽ മാത്രമല്ല, കേരളത്തിലെ എത്രയോ ധനസമ്പത്തുള്ള ക്ഷേത്രങ്ങളിലെ സ്വർണങ്ങൾ, കേരളത്തിലെ എത്രയോ ധനസമ്പത്തുള്ള ദേവാലയങ്ങളിലെ സ്വത്തുക്കൾ ഇന്ന് മോഷണം ചെയ്യപ്പെടുന്നു. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേവാലയം എന്ന് പറയുന്നത്, ക്ഷേത്രമെന്ന് പറയുന്നത് ഒരു കച്ചവട സ്ഥാപനമായി അവർ അവതരിപ്പിക്കുന്നു. ശ്രീ പിണറായി വിജയൻ വളരെ തന്ത്രശാലിയാണ്. സ്വർണം കടത്തുന്നതിന് വേണ്ടി പിണറായി വിജയൻ എപ്പോഴും ശ്രമിക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ മാർഗത്തിലൂടെയാണ്. അങ്ങനെയാണ് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്താൻ ശ്രീ പിണറായി വിജയൻ തയ്യാറായത്. ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്തി പാരമ്പര്യമുള്ള ശ്രീ പിണറായി വിജയന്റെ ആലോചനയിൽ നിന്ന് വന്ന മറ്റൊന്നാണ് ദേവസ്വം ബോർഡിൽ നിന്നും ശബരിമല ക്ഷേത്രത്തിൽ നിന്നും സ്വർണം കടത്താൻ. ഞാൻ പിണറായി വിജയനോട് പറയുന്നു, എത്രമാത്രം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, എത്രമാത്രം വെള്ളപൂശാൻ ശ്രമിച്ചാലും സത്യത്തെ എല്ലാ കാലഘട്ടത്തിലും മറച്ചു വെക്കാൻ ശ്രീ പിണറായി വിജയൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിൻ പുറത്തൊരു ചൊല്ലുണ്ട്, എങ്ങനെയാണ് അഴിമതി ഉണ്ടാകുന്നത്? എമ്പ്രാൻ അല്പം കട്ടുമുടിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കുമെന്ന് പറഞ്ഞതുപോലെ കേരളം ഭരിക്കുന്ന എംബ്രാക്കന്മാരായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയുണ്ട്, രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുണ്ട്. ഇത് കണ്ടാണ് ഇവിടെ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ, അതിന് കൂട്ടുനിന്ന ദേവസ്വം ബോർഡ് അവിടെ പോയി സ്വർണം കടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് ശബരിമലയുടെ മാത്രം പ്രശ്നമല്ല, ഇത് വിശ്വാസത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തുന്നതാണ്.